അപ്പോൾ നമ്മൾ ഇക്കോ പോയിൻ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു 5:30 മണിയോടുകൂടി മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്റ്റോപ്പ് എടുക്കാമെന്ന് കരുതി. ഇവിടെ കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നുമില്ല, എൻട്രി ഫീസൊന്നുമില്ല കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് വന്നു. തിരിച്ച് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ മൂന്നാർ ഓഫ് സീസൺ ആണെന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഓഫ് സീസണൊക്കെ കണക്ക് തന്നെ, നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ വൈകുന്നേര സമയം ആയതുകൊണ്ടിട്ടായിരിക്കാം ആൾ കുറവുണ്ടായിരുന്നത്. പിന്നെ ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 1700 മീറ്റർ മുകളിലായിട്ടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഞാൻ എപ്പോഴയോ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അത് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്നപ്പോഴത്തേക്കും കിയാനാണെങ്കിൽ നല്ല ഉറക്കക്ഷീണം കാണിക്കുന്നുണ്ട്, അവൻ താഴത്തൊന്നും ഇറങ്ങുന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓർത്ത് തന്നാൽ പിന്നെ നേരെ നമ്മൾ റൂമിലേക്ക് പോയേക്കാന്ന്. കാരണം നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടതല്ലേ. അപ്പോൾ അവനും ക്ഷീണമുണ്ട്, നമുക്ക് എല്ലാവർക്കും ക്ഷീണമുണ്ട്. എന്നാൽ പിന്നെ പോയി നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ ഫുള്ള് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചോളമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോയിട്ടോ റൂമിലേക്ക്.